ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിനങ്ങളിൽ ഉപയോഗിക്കുന്ന തടികൊണ്ട് നിർമ്മിക്കുന്ന മണിയാണ് മരമണി. ഇവയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ഇവ ആദ്യമായി അവതരിപ്പിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന ഓട്ടുമണികൾക്ക് ദുഃഖഭാവം നൽകാൻ സാധിക്കുന്നില്ല എന്നതിനാലാണ് അദ്ദേഹം മരമണികൾക്ക് രൂപം നൽകിയത്. പിന്നീട് പീഡാനുഭവ രംഗങ്ങളിലും ഇവ ഉപയോഗിച്ചു തുടങ്ങി. സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മിഷണറിമാരാണ് കേരളത്തിൽ ഇവ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഏകദേശം 15-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ആചാരമാണ് മരമണി. ലത്തീൻ ആരാധനക്രമത്തിൽ പെസഹ വ്യാഴത്തിലെ ഗ്ലോറിയ, അതായത് അത്യുന്നതങ്ങളിൽ ഗാനത്തിനു ശേഷം ഈസ്റ്റർ രാത്രിയിലെ ഗ്ലോറിയ വരെ കത്തോലിക്ക ദേവാലയങ്ങളിലെ മണികൾ മുഴങ്ങാറില്ല. അതിനെ മണികൾ കുമ്പസാരിക്കാനായി റോമിലേക്ക് പോകുന്നു എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇതിനു പകരമായി വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്കും വെള്ളി ശനി ദിനങ്ങളിലെ സന്ധ്യാമണി പ്രാർത്ഥനകൾ വിശ്വാസികളെ ഓർമ്മിപ്പിക്കാനും ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള മണിയാണ് മരമണി. ഇതിന്റെ ഉച്ചത്തിലുള്ള പരുക്കൻ നാദം ക്രിസ്തുവിന്റെ മരണത്തിന്റെ വികാരം വിശ്വാസികളിൽ പ്രദാനം ചെയ്യുന്നു. യൂറോപ്പിലെ ചില നഗരങ്ങളിൽ ഇപ്പോഴും ദുഃഖവെള്ളിയിലെ 3-ാം മണിയുടെ തിരുക്കർമ്മങ്ങൾ വിശ്വാസികളെ ഓർമ്മിപ്പിക്കാനായി ഉച്ചകഴിഞ്ഞ് കുട്ടികളുടെ ഒരു സംഘം നിരത്തുകളിൽ ഇറങ്ങാറുമുണ്ട്. സാധാരണ പള്ളിമണികൾ ആഘോഷത്തിന്റെ നാദമാണെങ്കിൽ ഈ മരമണികൾ പ്രാർത്ഥനയുടെയും ക്രിസ്തുവിന്റെ മരണത്തിന്റെയും വേദനയെയും സൂചിപ്പിക്കുന്ന നാദം കൂടിയാണ്. ഈ ഒരു ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. പള്ളിമണികളെല്ലാം നിശ്ചലമായി കഴിയുമ്പോൾ ഒരു മരമണിയുടെ ഒരു ശോകശാന്ത്രമായ ഒരു അന്തരീക്ഷത്തിൽ കർത്താവിന്റെ രൂപം നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥ നമുക്കെല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നൂറുകണക്കിന് ആൾക്കാർ വന്നിങ്ങനെ കൂടുന്നു. ഒരു മരമണി നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോയാൽ തന്നെ അതൊന്ന് വാങ്ങിച്ച് ഒരു അല്പനേരം ഒന്നൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് കറക്കി കർത്താവിനുള്ള ആ ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടി ഒത്തിരി പേരാണ് വരുന്നത്. കുഞ്ഞുങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ ഓടി വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാൻ സാധിച്ചത് വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കൂടുതലായിട്ട് ഇനിയും കൂടുതൽ മോഡലുകൾ ഉണ്ട് ഇതിനകത്ത്. മരമണിയിൽ തന്നെ നമ്മുടെ കൈക്ക് ഒത്തിരി ഇതില്ലാത്ത രീതിയിൽ ഉള്ള മോഡലുകളുണ്ട്. അപ്പം അതുപോലുള്ളത് അടുത്ത വർഷങ്ങളിലും പുതിയത് ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്നു. തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വോക്സ് ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.